ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വലിയ വിജയത്തിലേക്ക് കാവിപ്പട കുതിച്ച് കയറുന്നു എന്നുള്ളൊരു വാർത്ത തന്നെയാണ് ഈ നിമിഷത്തിൽ നൽകാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇടതുപക്ഷവും ഒപ്പം തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റ് വിദ്യാർത്ഥി സംഘടനകളും കൈയടക്കി വെച്ചിരുന്ന രാജ്യതലസ്ഥാനമായ ദില്ലിയിലെ JNU യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ജനറൽ സീറ്റിലും ABVPയുടെ ചുണക്കുട്ടികൾ കുതിച്ചു കയറുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. വെള്ളിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇതുവരെ വോട്ടെണ്ണിക്കഴിഞ്ഞ 1995 വോട്ടുകളിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ABVPയുടെ ഉമേഷ് ചന്ദ്ര 812 വോട്ടുകൾ നേടി ലീഡ് ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നേടിയത് 471 വോട്ടുകൾ മാത്രമാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ABVPയുടെ അർജുൻ ആനന്ദ് 695 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുമ്പോൾ 487 വോട്ട് മാത്രമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് പ്രയാൻഷി ആര്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ABVPയുടെ ഗോവിന്ദ് ധാങ്കി 834 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുമ്പോൾ ആ സ്ഥാനത്തേക്ക് മത്സരിച്ച് ഇടതുപക്ഷത്തിൻ്റെ സാജിദിന് കിട്ടിയത് 512 വോട്ടുകളാണ്. വെള്ളിയാഴ്ചയായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. 4 ജനറൽ സീറ്റുകൾ ഒരു ചരിത്ര സംഭവം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇടതുപക്ഷത്തിന്റെ കോട്ട, ഒപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ വിഘടനവാദത്തിന്റെ വിത്തുഭാഗം ഇല്ലെങ്കിൽ അവിടെ നിന്നുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് ആയിരുന്നു പൗരത്വ ഭേദഗതി സമരത്തിനും. അങ്ങനെ രാജ്യതലസ്ഥാനത്ത് അഴിഞ്ഞാടിയ തെമ്മാടിക്കുട്ടങ്ങൾക്ക് കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് പറയേണ്ടി വരും. കാലങ്ങളോളം അവിടുത്തെ സംഘർഷങ്ങളിൽ അനവധി ABVP പ്രവർത്തകർക്ക് പരിക്ക് പറ്റിയിരുന്നു. ഈ വരുന്ന ഗുണ്ടാ സംഘങ്ങളോട് ഏറ്റുമുട്ടിയാണ് ഈ JNU യൂണിവേഴ്സിറ്റിയിൽ ABVP പതുക്കെ വളർന്നു വന്നത്. ഈ അടുത്ത കാലത്ത് പോലും ഈ ഗുണ്ടാക്കൂട്ടങ്ങൾ ABVP പ്രവർത്തകരെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയുണ്ടായി. ഇതിനെല്ലാം ഒരു മധുര പ്രതികാരമെന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ JNUവിൻ്റെ ചരിത്രത്തിൽ തന്നെ തങ്കലിപികളിൽ തന്നെ എഴുതി വെക്കപ്പെടേണ്ട ഒരു ചരിത്ര സംഭവം തന്നെയാണ് കാവിപ്പട പിടിച്ചടക്കിയിരിക്കുന്നു JNU. ഒരുപക്ഷെ 2024 തെരഞ്ഞെടുപ്പിലേക്ക് മോദി പോകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടുന്ന തിളക്കം കൂട്ടുന്ന ഒരു വിജയം തന്നെയായിരിക്കും JNUവിലെ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.